ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നല്ല ദിവസം കർത്താവ് നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. വിശ്വാസത്തോടു കൂടി ആയിരിക്കാൻ ഈ രാത്രികാല പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവമക്കൾ എവിടെ കൂടി വന്ന് ദൈവത്തിൽ ആശ്രയിച്ചോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതം നടന്നിട്ടുണ്ട്. ഈ രാത്രികാലവും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് ധൈര്യത്തോടായിരിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്ക് അല്പസമയം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 26 അധ്യായം 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചിട്ടല്ലാതെ നമുക്ക് വർധനവ് ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചിട്ടല്ലാതെ നമുക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. ആയതിനാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശപിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 26 അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, നമുക്ക് അതിന് മുമ്പുള്ള 25 അധ്യായത്തൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ വർദ്ധിച്ച് അവൻ മഹാധനവാനായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. എങ്ങനെയാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത്? ദൈവം അവനൊരു നീതിമാനായതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ഹീ ഈസ് എ റൈച്ചസ് പേഴ്സൺ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ വി ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ട വ്യക്തികളാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് എല്ലാം സാധ്യമാണ്. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്, അവൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. ആവർത്തന പുസ്തകം അതിൻ്റെ 1:11 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി ഞാൻ നിങ്ങളോട് അരുൾ ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആവർത്തന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവം നിന്നെ 1000 ഇരട്ടിയായി അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവം 1000 ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചതുപോലെ ദൈവം നമ്മളെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ 1000 ഇരട്ടി അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. ആ ദൈവം പറഞ്ഞു പ്രോമിസുകളിലൊന്നാണ് ദൈവം നമ്മെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുമെന്ന്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 19 വാക്യം പറയുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തീരും. വിവിധ തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളും എനിക്ക് വരാറുണ്ട്. അതിലേറ്റവും കൂടുതൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്ന ജനമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടിയിട്ട് എന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് എന്നോട് പറയുന്നത്. അവിടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു വാക്യമാണ് ഞാൻ ഈ വായിച്ച് കേട്ടത്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തിരും. നമ്മുടെ ദൈവം തൻ്റെ ധനത്തിനും തൻ്റെ മഹത്വത്തിനും ഒത്തവണ്ണമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവായിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് മാറ്റും. നമ്മുടെ ഞെരുക്കങ്ങളെല്ലാം ദൈവം മാറ്റും. ദൈവം നമുക്ക് വിശാലത തരുന്ന ഒരു ദൈവമാണ്. ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവനെ വിശാലത വരുത്തിയതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കാര്യം അബ്രഹാമിൻ്റെ സന്തതികളായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അബ്രഹാം എപ്രകാരമാണ് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ആ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലാണ് ദൈവം നമ്മെ പുതിയ നിയമത്തിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ വിശ്വസിക്കുക, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിൻ്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യങ്ങളെ കർത്താവ് നീക്കും. നമ്മൾ എപ്രകാരമാണ്
വിശ്വസിക്കുന്നത് അപ്രകാരമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വാക്കുകൊണ്ട് പറയുന്ന എല്ലാ വാക്കുകൾക്കും വേദപുസ്തകം പഠിപ്പിക്കുന്നു കണക്കുകൾ കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കൊണ്ട് ഒരിക്കലും നടക്കത്തില്ല. ഇല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കമെന്ന് പറയരുത് എന്ന് പല ഭക്തന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു ദാസൻ ഒരിക്കൽ താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദാസനോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരമാണ് പറഞ്ഞത്, നീ വാ കൊണ്ട് നിൻ്റെ ഇല്ലായ്മകളെ നീ പറയരുത്. നീ വിശ്വാസത്താൽ ഇല്ലാത്തതിനെ നീ ഉളവായിട്ട് നീ അതെല്ലാം പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഉണ്ട്, ഇല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വാസത്തോടുകൂടി നീ പ്രഖ്യാപിക്കാൻ ആ ദൈവദാസനോട് പറയാനിടയായി തീർന്നു. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രതിസന്ധികളെ നോക്കി താൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് ദൈവം അദ്ദേഹത്തെ കൈപിടിച്ച് കയറ്റി എന്നൊരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി തീർന്നു. ഈ നല്ല ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങളെ മാറ്റും. ദാരിദ്ര്യം ഒരു ശാപമാണ്. അത് ദാരിദ്ര്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ദൈവം അനുഗ്രഹം അനുഭവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. എപ്രകാരമാണ് നാം അനുഗ്രഹം അനുഭവിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു പാത്രമായി നമ്മൾ ശോഭിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നാം നിൽക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായിട്ടിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. പല കാര്യങ്ങളിൽ നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണമെന്നാണ്. അബ്രഹാമിൻ ദൈവം നോക്കിയ സമയത്ത് ആ കാലഘട്ടത്തിൽ വളരെ വിശ്വസ്തനായ ഒരു ദൈവ പൈതലായി അബ്രഹാമിന് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ഇടയാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എപ്രകാരമാണ് ദൈവം അവനെ അനുഗ്രഹിച്ചത് പറയുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ ഒരു നല്ലൊരു സ്നേഹിതനായിരുന്നു. ഹീസ് എ ഫ്രണ്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഒരു നല്ലൊരു സ്നേഹിതനായി അത് അബ്രഹാമിന് മാറാനായിട്ട് പറ്റി. കാര്യം തൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരുന്നു, ദൈവത്തോട് ചേർന്നിരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ അവൻ്റെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വേണ്ടി അവൻ്റെ ഒരു ദാഹവും അനുസരിക്കുവാനുള്ള താല്പര്യം അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് ഒരു വഴി തുറന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, സദൃശ്യവാക്യങ്ങൾ 28-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ പുഷ്ടി പ്രാപിച്ചിരിക്കും. എപ്രകാരമാണ് പുഷ്ടി പ്രാപിക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞെരുക്കങ്ങളുടെ മധ്യേ, അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ മധ്യയാണ് ദൈവം അവനെ പുഷ്ടി ഉണ്ടാക്കുന്നത്. എപ്രകാരമാണ് വചനം ഇങ്ങനെ പറയുന്നു, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുമെന്ന്. നമ്മൾ എപ്രകാരമാണ് അത് പുഷ്ടി നിമിത്തം എന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഒരു കാളയ്ക്ക് അതിൻ്റെ പുറകെ അതിൻ്റെ ഒരു മുഖം വയ്ക്കുമ്പോൾ ആ കാള അതിന് കൊടുക്കുന്നത് ആഹാരം കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ശരീരം വികസിച്ച് വരും, അല്ലെങ്കിൽ അതിൻ്റെ ശരീരം വണ്ണിച്ച് വരുന്ന സമയത്ത് ഈ മുഖത്തിന് അവിടെ ഇരിക്കാൻ പറ്റാതെ വണ്ണം അത് പിന്നത്തേതിൽ അത് ഒടിഞ്ഞു പോകാനിടയായിത്തീരും. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? അവൻ പുഷ്ടി പ്രാപിപ്പാനിടയായി തീർന്നു. ആ വ്യക്തി അനുഗ്രഹം അനുഭവിക്കുക മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ആത്മീയ വർധനവ് ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പലരും പറയുന്ന ഒരു കാര്യം, ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദാരിദ്ര്യം അനുഭവിച്ചോ, ഇല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തോടെയാണ്. ഈ ലോകത്തിൽ ഒത്തിരി കഷ്ടതകളുണ്ട്, ഒരുപാട് വേദനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളിലൂടെയൊക്കെയുണ്ട്. ശരിയാണ്, പല ശോധനകളിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ദാരിദ്ര്യം നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല? കീഴടക്കുവാനായി പാടില്ല. നമ്മൾ അതിനെ ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു,
2 കൊരിന്ത്യർ 8:9 ഇപ്രകാരം ആണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. പലരും ദാരിദ്ര്യം അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടി പറയുമ്പോൾ, അനുഗ്രഹത്തിനെ കുറിച്ചുള്ള മെസ്സേജുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ പലരും വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സമ്പന്നനായിരുന്നു, അവൻ സമ്പന്നനായിരുന്നു, അവൻ സ്വർഗത്തിൽ സകല മഹത്വത്തോടെ ഇരുന്ന വ്യക്തിയാണ്. ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തിനാണ്? ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ ദാരിദ്ര്യം അനുഭവിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവൻ ദാരിദ്ര്യം അനുഭവിച്ചത് നമ്മൾ ഇനി ദാരിദ്ര്യത്തിൽ ജീവിക്കാതെ നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കാൻ തക്കവണ്ണം വേണ്ടിയിട്ടാണ് ദൈവം ഹല്ലേലൂയ ദാരിദ്ര്യം അനുഭവിച്ചതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹല്ലേലൂയ, നമ്മൾ സമ്പന്നർ ആകേണ്ടതിനാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ നമ്മൾ ഉണ്ടാകണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ സമ്പത്തുകൾ ഉണ്ടായി വരും, വർധനവുണ്ടായി വരും. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുകയാണ്, ദൈവത്തെ നീ ഓർക്കണം. കാര്യം എന്തെന്നറിയാമോ? നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നതുള്ളതുപോലെ തന്നെ ഉറപ്പിക്കേണ്ടതിന് അവനാണ് നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി നൽകുന്നത്. നമുക്ക് സമ്പത്തുകൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വരുന്നത്. ബാക്കി വരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പിശാച് കൊടുക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്പനേരത്തേക്ക് മാത്രമേ നിൽക്കൂ, അത് നിലനിൽക്കത്തേയില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ഒരു ടൈലർ ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വേറെ ഒരു സ്ഥലത്ത് ടൈലർ ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഷർട്ട് തയ്ക്കുവാൻ വേണ്ടിയിട്ട്, എൻ്റെ പിതാവിൻ്റെ ഷർട്ട് തയ്ക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ താൻ ദാരിദ്ര്യം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. വളരെ ഒരു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം താൻ ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പലിശയ്ക്ക് ഒരുപാട് പണം കൊടുക്കും. പലിശയ്ക്ക് ഒരുപാട് പണം കൊടുത്തിട്ട് പലിശ കറക്റ്റ് സമയത്തിന് കിട്ടാതെ വന്ന സമയത്ത് പലരെയും പോയി അടിവെറ്റിക്കുകയും പലരെയും പോയി ഉപദ്രവിക്കുകയും പലരുടെ കയ്യിൽ നിന്നും വളരെ കഠിനമായി വാക്കുകൾ പറഞ്ഞ് പലിശ വാങ്ങിച്ച് സമ്പത്തുകൾ ഉണ്ടാക്കിയതായ വ്യക്തിയാണ്. പക്ഷേ അത് നിലനിൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. താൻ എത്രയോ പൈസ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് താൻ 5 ലക്ഷം രൂപ കൊടുത്തു. 5 ലക്ഷം രൂപ കൊടുത്ത് അതിൻ്റെ പലിശ മാസം തോറും തനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസമായപ്പോൾ ആ മനുഷ്യൻ കയറി ആത്മഹത്യ ചെയ്തു. എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന് 1,40,000 രൂപ ഒരാൾക്ക് കൊടുത്തിരുന്നു. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പലിശ മാസം തോറും കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അസുഖം വന്ന് മരണത്തിന് കീഴടങ്ങാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ പൈസ കൊടുത്ത പലരും എന്നെ പറ്റിച്ചുകൊണ്ട് പോകുന്നു, എനിക്കത് അനുഭവിപ്പാൻ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് എൻ്റെ പലിശയും പോകുന്നു, എൻ്റെ മുതലും പോകുന്നു, ഞാൻ കൊടുത്ത പൈസയെല്ലാം എനിക്ക് പോവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് ആ മനുഷ്യൻ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി തീർന്നു. ചതിയിലൂടെ വഞ്ചനയിലൂടെ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതായിട്ടുള്ള പണം അതൊരിക്കലും നിലനിൽക്കത്തേയില്ല. എനിക്കൊരു വ്യക്തിയെ നന്നായിട്ട് അറിയാം ഞങ്ങളുടെ ദേശത്തിൽ. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിച്ച് കയറി വന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ താൻ നന്നായിട്ട് പോലും ആഹാരം കഴിക്കാതെ തനിക്ക് കിട്ടുന്ന പൈസകൾ മുഴുവനും താൻ പലിശയ്ക്ക് കൊടുത്ത് സമ്പത്തുകൾ ഉണ്ടാക്കിയതായ മനുഷ്യനാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ തലമുറകളെ നോക്കുമ്പോൾ തലമുറകളൊന്നും ദൈവത്തെ അറിയാതെ ദൈവത്തെ വിട്ട് മദ്യപാനത്തിനും ഈ ലോക സുഖങ്ങൾക്കെല്ലാം ഓടുന്നത് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം, ഈ മനുഷ്യൻ അദ്ദേഹം പലിശയ്ക്ക് പണം കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ സഭയിലുണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം സഭയിൽ വളരെയധികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. സഭയിലുള്ള ശുശ്രൂഷകന്മാരെ ഒക്കെ വളരെ റഫായിട്ട് സംസാരിക്കുന്നു, വളരെയധികമായ പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു തലവേദന പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് അഹങ്കാരത്തിനും നിഗളത്തിനൊന്നും ഒരു കുറവില്ല. എന്നാൽ കാലങ്ങളും വർഷങ്ങളും പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ ആ അനുഗ്രഹം തലമുറകൾ അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് പിശാച് കൊടുക്കുന്ന അനുഗ്രഹവും ദൈവം കൊടുക്കുന്ന അനുഗ്രഹം. പിശാച് കൊടുക്കുന്ന അനുഗ്രഹം ചതിയിലൂടെ വഞ്ചനയിലൂടെയൊക്കെ അത് നേടിയെടുത്താലും പിന്നത്തേതിൽ അത് അനുഗ്രഹം അനുഭവിപ്പാനായിട്ട് പറ്റത്തില്ല. എനിക്കൊരു വ്യക്തിയെ അറിയാം. ആ വ്യക്തി നല്ല കാലത്ത് അദ്ദേഹം
പോലീസിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാദിയിരെന്നും പ്രതിയിരെന്നും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം സമ്പത്തുകൾ വാങ്ങിക്കൂട്ടും, കൈക്കൂലി വാങ്ങിച്ച് കൂട്ടി അദ്ദേഹം ജീവിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ തലമുറകളെ നോക്കുമ്പോഴോ അവൻ്റെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മരുന്നുകൾ മരുന്നുകൾ ഓരോ ദിവസവും വളരെ എന്താ പറയുക, ഒരു നേരം ആഹാരം കഴിക്കുന്നത് പോലെയാണ് ഗുളികകൾ കഴിക്കുന്നത്. ഒരു നേരം ആഹാരം എപ്രകാരമാണ് നമ്മൾ കഴിക്കുന്നത് അതുപോലെയാണ് മരുന്നുകൾ കഴിക്കുന്നത്. ശരീരത്തിൽ ഫലിക്കുന്നില്ല. ദുഷ്ടത കൊണ്ട് നേടുന്നതായിട്ടുള്ള പണം അല്ലെങ്കിൽ അങ്ങനെ വരുന്നതായ അനുഗ്രഹം നിലനിൽക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹം സമ്പത്തുണ്ടാക്കാനായിട്ട് ദൈവം നമുക്ക് ശക്തിയെ നൽകും. ദൈവം നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ, ദൈവിക ശക്തി ഉണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്തുണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പലരും നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനാ വിഷയത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. പലരെയും അവർ വളരെയധികമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. വിദേശത്ത് അധ്വാനിക്കുന്ന വ്യക്തികളുണ്ട്, ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് നല്ല വരുമാനം നേടുന്നുണ്ട്. പക്ഷേ ഒരു മാസം അവസാനമാകുന്ന സമയത്ത് ദാരിദ്ര്യമാണ്. അവരുടെ കയ്യിൽ എന്തില്ല, പൈസ ഒന്നും നേടുവാനായിട്ട് പറ്റത്തില്ല, നിൽക്കുന്നില്ല. പൈസ ഒന്നും അവരുടെ കയ്യിൽ എന്തില്ല, അവരുടെ നിലനിൽക്കുന്നില്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ശാപമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ദാരിദ്ര്യമുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ദാരിദ്ര്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിൻ്റെ മേൽ ജയമെടുക്കുവാനായിട്ട് ഞാൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവം നമുക്ക് സമ്പത്തുണ്ടാക്കാനായിട്ടുള്ള കൃപ നൽകുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 112:3 പറയുന്നു, ഐശ്വര്യം സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഐശ്വര്യമുണ്ടാകും, ഹല്ലേലൂയ, അവൻ്റെ വീട്ടിൽ സമ്പത്തും ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ കർത്താവ് അത് ഐശ്വര്യം തന്ന്, നമ്മളെ സമ്പത്ത് തന്ന് നമ്മളെ മാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ നല്ല ദിവസം നിങ്ങളുടെ ഹൃദയം തുറന്ന് ആ ദൈവിക വെളിപ്പാടിലേക്ക് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ദൈവം വരുത്തുകയില്ല. ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ തക്കവണ്ണം സാധിക്കുന്നു. ദാവീദ് പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 23:1-2 വാക്യങ്ങൾ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ അവൻ്റെ ഇടയനാണ്. ഹല്ലേലൂയ, അവനെ പരിപാലിക്കുന്നതാണ്. ആടിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഒരു ഇടയനാണ് നോക്കുന്നത്. അതിനാവശ്യമുള്ള ആഹാരം, അതിനാവശ്യമുള്ള വെള്ളം, അതിന് പച്ചയായ സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, അതിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നത്, ശത്രു തൊടാതവണ്ണം സംരക്ഷിക്കുന്നതെല്ലാം ഒരു ഇടയൻ്റെ ജോലിയാണ്. അപ്രകാരം ഒരു ഇടയനെ പോലെയാണ് ദൈവം, ഹല്ലേലൂയ, ദൈവം അവനെ സംരക്ഷിക്കുന്നതെന്ന് നാം പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ദാവീദ് ഒരു ആട്ടിടയനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ നിലനിർത്തി പോകുന്നു. നമ്മുടെ ജീവിതത്തിനകത്തും ദൈവവുമായിട്ടുള്ള ബന്ധം അപ്രകാരമാണ് നമുക്ക് അനുഗ്രഹത്തെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ, ഇപ്രകാരമാണ് പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 3:9-10 പറയുന്നു, അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിൻ്റെ ചക്കുകൾ വീഞ്ഞ് കവിഞ്ഞൊഴുകും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ്, അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിൻ്റെ ചക്കുകൾ വീഞ്ഞ് കവിഞ്ഞൊഴുകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ കളപ്പുരയിലാണ് ധാന്യങ്ങളൊക്കെ കൊണ്ട് ശേഖരിച്ചു വയ്ക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സമ്പത്തുകൾ എന്ന് പറയുന്നത് ദൈവമാണ് നമ്മുടെ ഉറവിടം. അവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൽ നമ്മൾ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അതിൽ നിന്നാണ് ദൈവം നമുക്ക് വിടുതൽ തരുന്നത്. പലരെയും വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യർ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. ഞാൻ പറയട്ടെ, പലരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, പലരും സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ പലരുമുണ്ട്. പലരും ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടു പോകുന്നു. ഞാൻ ചില ദിവസം മുമ്പ് ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് ഒരു സഹോദരി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഓടി എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനൊരു BSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ IELTS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നതുകൊണ്ട് ഞാൻ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ആ പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ടെലിഗ്രാമിലൊരു മെസ്സേജ് വന്നു. ടെലിഗ്രാമിലൊരു മെസ്സേജ് വന്ന സമയത്ത് പ്രാർത്ഥിച്ചു പോലും നോക്കാനായിട്ടുള്ള സമയം
സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല, ആ കുഞ്ഞ് സഹോദരിക്ക് കിട്ടിയില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് കയറി പിന്നത്തേതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ലിങ്കിൽ കയറിപ്പോയി. അവർ പറഞ്ഞു ആദ്യം 30,000 രൂപ ഇങ്ങോട്ട് ഇട്ട് തന്നു, അത് കഴിഞ്ഞ് വീണ്ടും അത് പൈസ ഇങ്ങോട്ട് തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ വാലറ്റിൽ, അവർ തരുന്നതായിട്ടുള്ള വാലറ്റിൽ പൈസ വിരിക്കുകയാണ്. ആ പൈസ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ സഹോദരി വളരെ പ്രയാസത്തോടെയായി. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു 7 ലക്ഷം രൂപ തന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ള പൈസ ഞങ്ങൾ തിരിയത്തുള്ളൂ. കുറച്ച് പൈസമേ ഉള്ളൂ, പക്ഷേ 7 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അവർ ഈ പറഞ്ഞതായിട്ടുള്ള കാര്യം, വാലറ്റിൽ എത്ര രൂപ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. കുറേ ദിവസം ജോലി ചെയ്തതാണ്. അപ്പോൾ വാലറ്റിൽ നിറയെ പൈസ ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് ഇവർ ആ സഹോദരി 7 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു. പക്ഷേ ഇപ്പം 7 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ ശേഷം അപ്പോഴാണ് മനസ്സിലായത് ചതിയാണ്, വഞ്ചനയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പല തരത്തിലുള്ള കുടുക്കുകളിലൊക്കെ നമ്മൾ പെട്ടുപോകാറുണ്ട്. പക്ഷേ കുടുക്കുകളിലൊന്നും കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് കൂടിയേ തീരും. പല കുടുക്കുകളിലും നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നേരായ മാർഗങ്ങളിൽ കൂടെ നമുക്ക് സമ്പാദിക്കുവാൻ, നേരായ മാർഗങ്ങളിലൂടെ നമുക്ക് അധ്വാനിക്കുവാനായിട്ട് നമ്മൾ അതിൽ ദൈവകൃപയിൽ നമ്മൾ ശരണപ്പെടണം. ഞാൻ പറയും, എനിക്കറിയുന്നതായ ഒരു സഹോദരനുണ്ട്. അവന് ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ ടെൻഷനാണ്. ഇങ്ങനെ ഇന്ന് എനിക്ക് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് അവൻ ഓടുകയാണ്. ഏത് ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് ഓടുകയാണ് എന്ന് വെച്ചാൽ അത് ഏത് ജോലി എന്ന് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ജോലിയാണ്. ഏതെങ്കിലും ഒരു തരവ് ചെയ്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവരിലൂടെ സാധിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി എടുക്കുവാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വരുന്നതായിട്ടുള്ള പൈസകൾ അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല. ദൈവം അനുഗ്രഹിക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാര്യം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. വചനം ഇപ്രകാരം പറയുന്നു, ആവർത്തന പുസ്തകം 30:9-10 വാക്യം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരിക്കുന്നത് പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, മൃഗഫലം അനുഗ്രഹിക്കപ്പെടും, കൃഷിഫലം നിനക്ക് അനുഗ്രഹിക്കപ്പെടും, നിനക്ക് അതിലൊക്കെ എന്ത് ചെയ്യും, അഭിവൃദ്ധി നമുക്കുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ നല്ല ദിവസവും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അഭിവൃദ്ധി ദൈവം നൽകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മളുടെ വേദഭാഗം ഇപ്രകാരം പറയുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:14 പറയുന്നു, ഞാൻ പിതാക്കന്മാരുടെ പ്രാണനെ പുഷ്ടികൊണ്ട് തണുപ്പിക്കും, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറയുകയാണ്, യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരുടെ പ്രാണൻ എപ്രകാരമാണ് പുഷ്ടി കൊണ്ട് തണുപ്പിച്ചത്, അപ്രകാരം എൻ്റെ ജനത്തിന് എൻ്റെ നന്മയെ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്നതായിട്ടുള്ള അനുഗ്രഹം നമുക്ക് തന്നാൽ നമുക്ക് തൃപ്തി ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിനകത്ത് തൃപ്തിയില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ പ്രയാസം, നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളിലൊരു പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ തൃപ്തി ചിലപ്പോൾ കാണത്തില്ല. ജോലി ചെയ്യുമ്പോൾ തൃപ്തി കാണത്തില്ല, ഇല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് വരുമ്പോൾ തൃപ്തി കാണത്തില്ല. ഒരു ശക്തനായ ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അദ്ദേഹം തൻ്റെ അനുഭവത്തിന് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒരിക്കലും അദ്ദേഹം ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഓടിയാണ്, അധ്വാനിച്ചതാണ്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് ചെയ്തതായിട്ടുള്ള നന്മകളെ നീ ഓർക്കണം. എന്തൊക്കെ നന്മകളാണ് ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുള്ളത്, അതെല്ലാം നീ എഴുതി വെച്ച് നീ ദൈവസന്നിധിയിൽ നന്ദിയുള്ള വ്യക്തിയായി നിങ്ങളായിരിക്കണം. പലർക്കും അത്ര പോലും ലഭിക്കാതെ ആയിരിക്കുമ്പോൾ ദൈവം നിനക്ക് ചെയ്തതായിട്ടുള്ള നല്ല ജോലി, നല്ല കുടുംബം, നല്ല സമ്പത്ത്, ഇതെല്ലാം നീ തിരിഞ്ഞു നോക്കാതെ നന്ദിയില്ലാതെ നീ വീണ്ടും എൻ്റെ അടുക്കൽ വന്നിരുന്ന്
നീ യാചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ വെളിപ്പെടുത്തി ഓർമ്മപ്പെടുത്താനിടയായി തീർന്നു. അദ്ദേഹം എന്ന് പറഞ്ഞത്, അദ്ദേഹം പറയും, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള നന്മകളെ ഓർത്ത് അദ്ദേഹം ദൈവത്തെ സ്തുതിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം പല നന്മകൾ ചെയ്തിട്ടില്ലേ? നല്ല കുടുംബജീവിതം നമുക്ക് തന്നിട്ടുണ്ട്, നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷം ദൈവം തന്നിട്ടുണ്ട്, നല്ല ഭവനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും സന്തോഷമുള്ള വ്യക്തികളാണ്. നമ്മൾ നോക്കുമ്പോൾ പലരും ഇന്ന് ഭവനമില്ലാതെ വേദനയോടെ പ്രയാസത്തോടെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ ഡെയിലി നമ്മൾ ന്യൂസിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരനുഭവിക്കുന്ന കഷ്ടതകൾ, ഭൂകമ്പത്തിൽ അനുഭവിക്കുന്നത്, യുദ്ധമുണ്ടാകുമ്പോൾ, യുദ്ധം വരുമ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നമുക്കത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമൊക്കെയാണ്. ശത്രു രാജ്യമാണെന്ന് അവരനുഭവിക്കുന്ന കഷ്ടതകൾ നമ്മളൊന്ന് തിരിച്ചറിയണം. കൊച്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകൾ നമ്മൾ കാണുമ്പോൾ ഒരു നേരത്തെ ഒരു ബ്രെഡിന് പോലും പറ്റാതെ വണ്ണം കൈനീട്ടുന്ന കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് ദൈവം നമ്മെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം തരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫോക്കസ് ഒരിക്കലും അനുഗ്രഹത്തിലേക്ക് നമ്മൾ ആകരുത്, മറിച്ച് അനുഗ്രഹം തരുന്ന ദൈവത്തിലേക്ക് മാത്രമേ നമ്മുടെ ഫോക്കസ് ആകാവൂ. നമ്മുടെ കണ്ണൊരിക്കലും നമ്മുടെ പണത്തിലേക്കോ ഇല്ലെങ്കിൽ സമ്പത്തിലേക്കോ ഇല്ലെങ്കിൽ വേറെ മറ്റുള്ള ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്കോ നമ്മൾ പോകരുത്. ദൈവം തരുന്നത് അനുഗ്രഹങ്ങൾ പലപ്പോഴും ദൈവം അനുഭവിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ പലരും ആ നന്മയുടെ പിന്നാലെ പോകും. നന്മയുടെ പിന്നാലെയല്ല പോകേണ്ടത്, നന്മ തന്ന ദൈവത്തിൻ്റെ പിന്നാലെ പോകണം. നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകും. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ദൈവം തന്നതായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഞാൻ പോകത്തുള്ളൂ. ദൈവം തരുന്നതായിട്ടുള്ള സമൃദ്ധിയുടെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ദൈവത്തെ മാത്രമേ ഞാൻ പ്രസാദിപ്പിക്കത്തുള്ളൂ. ദൈവത്തെ മാത്രം, മനുഷ്യനെ ഞാൻ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നൽകണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാമോ? ഈ നല്ല ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആയതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. കടങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ജപ്തി വരുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ കളയരുത്. നിരാശപ്പെട്ടു പോകരുത്, നിരാശ ഉണ്ടാകരുത്. നിരാശ നമ്മുടെ ജീവിതത്തിൽ വളരെയധികമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഇതാണ്. നമ്മളെ മാനസികമായി ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനെ ഒരാൾ അടിക്കുന്നതിനേക്കാളൊക്കെ പ്രയാസമാണ് വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നത്. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ പ്രയാസമുണ്ടാകും, ക്ഷീണമുണ്ടാകും, ബലം പോകും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തെ മാത്രം നമ്മൾ നോക്കുക. നമുക്ക് ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഹല്ലേലൂയ ഏക വ്യക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നിൻ്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള കൃപയെ നൽകുന്നത്. ഈ നല്ല ദിവസം ദൈവസന്നിധിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് പറയണം, അങ്ങനെ ബലപ്പെടുത്തണം. എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിച്ചു വരുവാൻ, എനിക്ക് അധ്വാനിക്കുവാൻ, എനിക്ക് നല്ല ഒരു ജോലി കിട്ടുവാൻ, എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയണം. എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റണം. എൻ്റെ കുടുംബത്തിലുള്ള പ്രതികൂലങ്ങളെ കർത്താവ് എടുത്ത് മാറ്റണം. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിൻ്റെ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ദൈവത്താൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ജനിച്ച് വളർന്ന കാലഘട്ടം പോലെയല്ല ഇപ്പോഴുള്ള കാലഘട്ടം. പാപം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കായിരിക്കുമ്പോൾ നമുക്ക് ആരെയും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ നമുക്ക് വടിയെടുത്ത് അടിപറ്റിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളെ അനുസരിക്കാറില്ല. നമുക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എത്ര കൗൺസിൽ ചെയ്താലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലോ അല്പനേരത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്, അത് പടിപടിയായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ എത്രത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കുമോ അത്രത്തോളം ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ബന്ധം വരുമോ അത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ആദ്യം വിശ്വാസത്തിൽ വരുമ്പോൾ എൻ്റെ കൂട്ടുകെട്ടുകളെ ഞാൻ ആദ്യം ഉപേക്ഷിക്കാൻ തുടങ്ങി. കുറേശ്ശെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷേ കൂട്ടുകെട്ടുകൾ മുറിഞ്ഞു പോകാനിടയായി തീർന്നു. ഇന്ന് എനിക്ക് കൂട്ടുകെട്ടുകളെന്ന് പറയുന്നത് ഇല്ല.
കൂട്ടുകാരെന്ന് പറയുന്നത്, ആകെക്കൂടെ ഒരു സ്നേഹിതനെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ വിഷയങ്ങൾ, എൻ്റെ ഹൃദയത്തിലുള്ള വിഷയങ്ങൾ, എനിക്ക് വരുന്നതായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ, വിശ്വസ്തയോടെ പറയുവാനായിട്ട് പറ്റുന്നത് ഏക വ്യക്തിയാണ്. ആ നല്ല ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മളായിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് രാത്രികാലം ഒന്ന് നോക്കാമോ? ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അതിനായിട്ടുള്ള കൃപയെ നൽകട്ടെ. നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, വർധന ഉണ്ടാകുവാൻ അതിനായിട്ടുള്ള ശക്തിയും ബലവും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. അതിനായിട്ട് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് മാറ്റി, ദാരിദ്ര്യത്തിൻ്റെ ശാപബന്ധനങ്ങളെ പൊട്ടിച്ച്, കടങ്ങളും ഞെരുക്കങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ വിടുതൻ്റെ കരം ചലിക്കുവാനായിട്ട് നമുക്ക് ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി, സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവേ, വലിയ ഒരു വിടുതൽ കർത്താവ് അയക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം. വലിയ വിടുതലുകൾ അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദാരിദ്ര്യങ്ങളും, കടമനുഭവിക്കുന്ന വ്യക്തികൾ, അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ. പലരും പലിശയുടെ മേൽ പലിശ എടുത്തിട്ട് അത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത തരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ആ വ്യക്തികളെ, അവരുടെ കുടുംബത്തെ എല്ലാം കർത്താവിൻ്റെ കരത്തിലേക്ക് തരാം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്യർത്ഥാധ്വാനിക്കുന്നു. അങ്ങ് തന്നെ ഭവനത്തെ പണിയണം. പല കുടുംബങ്ങളിൽ തകർച്ചയാണ്, പല കുടുംബങ്ങളിൽ ദൈവിക സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരു ദിവസം സമാധാനം ഉണ്ടാകും, 2 ദിവസം കഴിയുമ്പോൾ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ, അങ്ങനെയുള്ള പൈശാചികമായ ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ കെട്ടുകൾ ഈ രാത്രികാലം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദാരിദ്ര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അകഞ്ഞു മാറിപ്പോകട്ടെ. ദാരിദ്ര്യത്തിൻ്റെ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിന് ബ്രേക്ക് ചെയ്യുന്നു. ദാരിദ്ര്യം എന്ന് പറയുന്ന ശാപത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പൈശാചിക ബന്ധനങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ആരോഗ്യം നഷ്ടപ്പെടുത്തി അധ്വാനിക്കാൻ പറ്റാതെ വണ്ണം, ജോലി ചെയ്യാൻ പറ്റാതെ വണ്ണം ശരീരത്തിൽ അനുഭവിക്കുന്ന ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം വെളിപ്പെട്ട് വരട്ടെ. കടങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അത് വീട്ടുവാനായിട്ടുള്ള വഴികൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഭവനത്തിന് അന്തരീക്ഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർക്ക് അധ്വാനത്തിനായി, ജോലിക്ക് വേണ്ടിയിട്ടുള്ള വഴികൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ജോലി കർത്താവ് ലഭിക്കട്ടെ, സ്ഥിര വരുമാനം ലഭിക്കട്ടെ. കർത്താവ് ആരുടെ മുമ്പിൽ കർത്താവ് കൈനീട്ടാതെ, അവരുടെ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ, അവരുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ അവർ തരം താഴ്ന്നു പോകാതെ, അങ്ങയുടെ മക്കളാണ് കർത്താവെ ആയതിനാൽ ഈ നല്ല ദിവസം അവരുടെ ജീവിതത്തെ കർത്താവ് വിടുവിക്കണം. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ചലിക്കട്ടെ. കർത്താവെ, അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമുണ്ടാകട്ടെ. യേശു കർത്താവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം, ദൈവവചനവുമായിട്ടുള്ള ബന്ധം ഈ ദിവസങ്ങളിൽ കർത്താവെ, അവരുടെ ലക്ഷ്യം കർത്താവ് ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. കർത്താവ് അതിനായിട്ടുള്ള കൃപേനെയും ബലത്തെയും കർത്താവ് കൊടുക്കുന്നതിനോർത്ത് നന്ദി പറയുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.